യെസ് ഫിഷ് ഓൺ. റെക്കോർഡ്. ഓക്കെ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മളൊരു ബെയ്റ്റ് കാസ്റ്റിംഗ് റീലോട്ടാണ് വന്നേക്കുന്നത്. പൊതുവേ ഫിഷിംഗ് റീൽ നോക്കണമെങ്കിൽ അതിന് 3 കാറ്റഗറികളും ഉണ്ട്. സ്പിന്നിങ്, ബെയ്റ്റ് കാസ്റ്റിംഗ്, ഇപ്പം പിന്നെ എന്തോ സ്പിൻ കാസ്റ്റ് എന്ന് പറഞ്ഞ റീലൂടെ ഉണ്ട് കേട്ടോ. അത് മറ്റേ ഒരു ഒറ്റ ബ്രാൻഡിൻ്റെ മാത്രമേ ഉള്ളൂ. സെപ്കോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സ്പിൻ കാസ്റ്റ് എന്ന് പറഞ്ഞ റീലുണ്ട്. ലെറ്റ്സ് സേ പൊതുവേ നമുക്ക് 2 ഉള്ളത്, ബെയ്റ്റ് കാസ്റ്ററും സ്പിന്നിങ്ങും. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. അൺബോക്സിംഗ് ഒരു വട്ടം കഴിഞ്ഞാണ് എന്തെങ്കിലും ലെറ്റ്സ് സേ ഒന്നുകൂടി നിങ്ങൾക്ക് വേണ്ടി അൺബോക്സ് ചെയ്യണം. അപ്പോൾ ഇതാണ് ബോക്സ്. സിമ്പിൾ ബോക്സ് കേട്ടോ, വലിയ കാര്യമായിട്ടുള്ള ഡിമാൻഡും കാര്യങ്ങളൊന്നുമില്ല. അകത്തൊരു പൗച്ചുണ്ട്, പൗച്ചിലാണ് റീല് കഴിക്കട്ടെ. ഇതിനകത്തൊരു യൂസർ മാനുവൽ, ഇത് ചൈനീസിലാണ്, സോ നമുക്ക് വായിക്കാൻ പറ്റില്ല. ആൻഡ് പിന്നെ ഉള്ളത് പാർട്സ് ഗൈഡ് ആട്ടോ. ഇതിനെ കൊണ്ട് എത്ര പാർട്സ് ഉണ്ട്? 100-108 പാർട്സ് കണ്ടൊക്കെ ഉണ്ട്. 104 പാർട്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോ പാർട്സിൻ്റെയും നമ്പർ ഇട്ടിട്ട് ഒരു പേപ്പർ ഉണ്ടാവും. ഇത് കളയരുത്, കാര്യം ഇതിൻ്റെ എന്തെങ്കിലും പാർട്സ് കംപ്ലയിൻ്റ് ആയാലും ഒടിഞ്ഞു പോയാലൊക്കെ നമുക്ക് ഇത് കാണിച്ചാലേ കിട്ടത്തുള്ളൂ. ഇത് നോക്കി ഇതിൽ നമ്പർ നോക്കിയാണ് നമ്മൾ എടുക്കുന്നത്. അതിനകത്ത് വെക്കട്ടെ. പിന്നെ ഒരു യൂസർ കാർഡ് പൊട്ടിച്ചിട്ടില്ല, അതിനകത്ത് തന്നെ ഉണ്ട്. ആൻഡ് അകത്തൊരു സ്പോഞ്ച് കേസ് കൂടിയുണ്ട്. ഒരു സ്റ്റിക്കർ കൂടി കാണേണ്ടതാണ് അബുഗ്രാസിയുടെ, മിക്ക ബ്രാൻഡിനും കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഈ കവറിൽ മിസ്സിങ് ആയിരുന്നു. നമുക്ക് ആവശ്യമുള്ള സാധനം കിട്ടിയിട്ടുണ്ട്. റീൽ പൗച്ചിലാണ് സാധനം. പൗച്ച് ഇതിങ്ങനെ വലിച്ചാൽ തുറയാൻ പറ്റും. ഇത് അത്യാവശ്യം നല്ല കേട്ടോ, കിട്ടിയ ക്വാളിറ്റി ഒന്നും ഇല്ലെങ്കിലും സ്ക്രാച്ച് ഒന്നും വേണ്ടി ഇടാൻ പറ്റും നമുക്ക്. എപ്പോഴും ഈ ബെയ്റ്റ് കാസ്റ്റിംഗ് റീൽ ഇങ്ങനെ ഊരി ഇടണം എപ്പോഴും നല്ലതായിരിക്കും. സ്പിന്നിങ് പോലെ കൊണ്ടു നടക്കണമല്ല. ആൻഡ് ദാറ്റ്സ് അവർ ക്യൂട്ട് ബെയ്റ്റ് കാസ്റ്റർ. അബുഗ്രാസിയുടെ ലോ പ്രൊഫൈൽ കാറ്റഗറിയിൽ വരുന്ന ഒരു ബെയ്റ്റ് കാസ്റ്റിംഗ് റീലാണിത്. അബുഗ്രാസിയ പ്രോ മാക്സ് 4L ലെഫ്റ്റ് ഹാൻഡ് ആരം L. ആൻഡ് ബാക്കി റീലുകളെ പോലെ തന്നെ അത്ര വലിയ കാര്യമായിട്ട് പറയാനായിട്ട് ഇതൊരു സിംഗിൾ പീസ് ഗ്രാഫൈറ്റ് റീലാണ്. ഒറ്റ പീസ് ഗ്രാഫൈറ്റ് ഉണ്ടാക്കിക്കുന്നതാണ്. ആൻഡ് സ്പൂൾ വന്നേക്കുന്ന അലൂമിനിയമാണ്. ഇതിപ്പോൾ ലൈൻ കയറ്റിയിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഇപ്പോൾ കയറ്റി കേട്ടോ. ഇതൊരു 25 LB ലൈനാണ്. കറക്റ്റ് 100 മീറ്റർ പക്ക ഷാർപ്പ് കയറുന്നുണ്ട്. ഒരു തരി പോലും ബാക്കി വന്നിട്ടില്ല, കൂടുതലും വന്നിട്ടില്ല. അതിന് കുറച്ചുകൂടി സ്പൂളിൽ ബാക്കിയുണ്ട് സ്പേസ്. 6 ബെയറിംഗ് ഉണ്ട്. ആൻഡ് ഗിയർ റേഷ്യോ നോക്കുകയാണെങ്കിൽ 7:1:1 ഗിയർ റേഷ്യോയിലാണ് വന്നേക്കുന്നത്. ആൻഡ് ഈ സൈഡിലായിട്ട് ബാക്കി എല്ലാ റീലുകളെയും പോലെ തന്നെ ഒരു സ്റ്റാർ ഡ്രാഗും കൊടുത്തിട്ടുണ്ട്. ഡ്രാഗ് ഒരു സൗണ്ട് ഉണ്ട്. ഡ്രാഗ് ക്ലിക്കറൊന്നുമില്ല, ഡ്രാഗിന് മാത്രമേ സൗണ്ട് ഉള്ളൂ. കാരണം ഡ്രാഗ് കറങ്ങുമ്പോഴുള്ള ക്ലിക്കറൊന്നും വന്നിട്ടില്ല. അത് വേറെ ബെയ്റ്റ് കാസ്റ്റിംഗ് പൊതുവെ ബെയ്റ്റ് കാസ്റ്ററിനൊന്നും വരാറില്ല. 1-2 റീലിൽ ഇങ്ങനെ ഡ്രാഗ് ക്ലിക്കർ ഉണ്ടെന്നേ ഉള്ളൂ. ആൻഡ് ഇവിടെ നമുക്ക് ടെൻഷൻ നോബും ഉണ്ട്. ടെൻഷൻ നോബിനും ചെറിയ സൗണ്ട് ഉണ്ട് കേട്ടോ. അത് കൊള്ളാം. സാധാരണ ടെൻഷൻ നോബ് സൗണ്ട് വരാറില്ല മിക്ക റീലിലും. അപ്പോൾ ഈ സൈഡിലായിട്ടാണ് ബ്രേക്കിംഗ് സിസ്റ്റം വന്നേക്കുന്നത്. ഇവിടെ മാക്സും മിന്നും ഉണ്ട്. ആൻഡ് ബ്രേക്കിനും ചെറിയൊരു ക്ലിക്ക് സൗണ്ട് ഉണ്ട് കേട്ടോ. ഇത്രയും വൈഡ് റേഞ്ച് ഓഫ് ബ്രേക്കാണ് ഇതിൻ്റെ അകത്ത് വന്നേക്കുന്നത്. ഇത് മാഗ്ഡ്രാക്സ് എന്ന ബ്രേക്കിംഗ് സിസ്റ്റം കൊടുത്തേക്കണം. എനിക്ക് നോക്കിയിട്ട് മനസ്സിലായത് എന്തോ മാഗ്നറ്റിക് ബ്രേക്കിംഗ് സിസ്റ്റമാണ്. നോക്കണം, ഒന്ന് ഊരി നോക്കാം. ഇവിടെ ഒരു ലിവർ ഉണ്ട്, കറക്റ്റല്ലേ? ലിവർ ദിവസം താഴത്തേക്ക് പുള്ളി ചെയ്യുക. ആൻഡ് പൊക്കുമ്പോൾ സ്പൂൾ ഓപ്പൺ ആവും. ആൻഡ് ഇതാണ് ഇതിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റം. ഉണ്ടോ, ഒരു 5 മാഗ്നറ്റ് ഉണ്ട്. 5 മാഗ്നറ്റ് ഈ സ്പൂളിനോട് മാക്സ് ആക്കും തോറും ഇതിങ്ങനെ അടുത്തടുത്ത് വരും. ആൻഡ് സ്പൂളിനോട് അടുക്കും തോറും ബ്രേക്ക് കൂടും. ഇതൊരു അലുമിനിയം സ്പൂളാണ്. ആൻഡ് ഇതൊരു മാഗ്നറ്റുമാണ്. അപ്പോൾ ഇതൊരു ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴിയാണ് ഈ ബ്രേക്കിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അത് നമ്മൾ പണ്ടൊക്കെ കണ്ടിട്ടുണ്ടാകും, ഒരു അലുമിനിയം പൈപ്പിൻ്റെ അകത്തുകൂടി മാഗ്നറ്റ് ഇടുമ്പോൾ മാഗ്നറ്റ് സ്ലോ ആയി പോകണ സിസ്റ്റം. സെയിം വർക്കിംഗ് തന്നെയാണ് ഇതിനകത്തും. ആൻഡ് ഈ ലിവർ ഒന്ന് വലിച്ചിട്ട് ഇടുമ്പോൾ അകത്തേക്ക് പോയേണ്ടതാണ്. യെസ്, ക്ലോസും ചെയ്തിട്ടുണ്ട്. അത്ര ഈസി അല്ല തുറക്കാൻ, കുറച്ച് ടാസ്ക്കാണ് തുറക്കാൻ. കേസ് അങ്ങനെ നമുക്കൊന്ന് റോഡായിരുന്നു ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ഞാൻ എൻ്റെ ഒടിഞ്ഞ വിപ്രോ എടുത്തിട്ടുണ്ട് കേട്ടോ. സീറ്റിംഗ് ഒക്കെ കൊള്ളാം. അത്യാവശ്യം കറക്റ്റ് നല്ല ഹോൾഡ് ഉണ്ട്. ഷേക്കും കാര്യങ്ങളൊന്നുമില്ല, പക്കാ സീറ്റിംഗ് ആണ്. അങ്ങനെ ഗ്രാഫൈറ്റാണ് റിയൽ സീറ്റിലും വന്നേക്കണത്. കൊള്ളാം, ഹോൾഡും ഉണ്ട്. ഇന്ന് അത്യാവശ്യം കറക്റ്റ് കോമ്പാക്ട് ആണ്. എനിക്ക് ഒരു വിരൽ ഇങ്ങനെ കറക്റ്റ് കവർ ചെയ്ത് പിടിക്കാം. എപ്പോഴും ബെയ്റ്റ് കാസ്റ്റർ പിടിക്കുമ്പോൾ കറക്റ്റ് പിടിക്കാൻ പറ്റണം, അല്ലെങ്കിൽ നമുക്ക് ഒരു ഹോൾഡ് ഉണ്ടായാലും സ്പിന്നിങ് പോലെ അല്ല. ഇതാണ് തമ്പാർ, സ്മൂത്താണ്, ഒറ്റ ക്ലിക്ക്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ റീലിൻ്റെ കാര്യം. നമുക്ക് ഈ സാധനം ഒന്ന് പെർഫോമൻസ് നോക്കണം ഇതിൻ്റെ. പിന്നെ നമുക്ക് ഇതിൻ്റെ ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമുക്ക് നേരെ ഫിഷിങ്ങിലേക്ക് പോവാം. ഓക്കെ കേസ്, അങ്ങനെ നമ്മൾ പ്രോ മാക്സിൻ്റെ റിവ്യൂ എടുക്കാൻ വേണ്ടി വെള്ളം എടുത്തുന്ന സ്ഥലത്ത് വന്നിട്ടുണ്ട് കേട്ടോ. വാഹ പിടിക്കാൻ വന്നേക്കണതാണ്. ഇവിടെ വന്നപ്പോഴാണ് ഞാൻ കാണുന്നത് ഈ വെള്ളം കേട്ടോ. ഒരു മുൻകിടന്ന വെച്ചാൽ വെള്ളവും പൊക്കിയെടുത്ത് വന്നേക്ക് ഒരു മടലും വെട്ടി കഴിച്ചില്ലെങ്കിൽ തുഴഞ്ഞോളം പറഞ്ഞ കേട്ടോ. ഞാൻ പ്രൊഫഷണൽ എന്ന് പറഞ്ഞപ്പോൾ ഈ പുള്ളിക്കാരൻ വിശ്വസിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ അബേച്ചേട്ടനാണ് സ്പോട്ട് കാണിച്ചു തന്നത്.
ഇവിടെ നല്ല സൈസ് വാഹയൊക്കെ ഉണ്ടെന്നാണ് ഇപ്പോൾ കാര്യം പറയണത്. നമുക്ക് എറിയാൻ വേണ്ടി ഒരു സാധനം എടുത്തിട്ടുണ്ട്, വെറൈറ്റി സാധനം. അതും കാണിച്ചിട്ട് ഞാൻ ഇതുവരെ ഒന്നും അടിച്ചിട്ടില്ല, നൈസായിട്ട് എറിഞ്ഞ് തുടങ്ങിയതേ ഉള്ളൂ ഞങ്ങൾ. എനിക്കാണെങ്കിൽ വെള്ളം തുഴഞ്ഞ വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല, ഞാൻ പ്രൊഫഷണലാണെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ വിശ്വസിക്കുകയും ചെയ്തു. വെള്ളം വെട്ടി തന്നെ തുഴയത് ബാക്കിക്കൊണ്ടിരുത്തിയേക്ക്. വെള്ളത്തിന് ഇഷ്ടത്തിൽ പോകണ്ട എങ്ങോട്ടൊക്കെയോ. ആ വെള്ളം വലിച്ചെടുപ്പിക്കില്ലേ. ചെറിയൊരു പാലം, സ്കൂൾ വിട്ടെന്ന് തോന്നുന്നു. കാറ്റ് നമ്മുടെ സൈഡിലേക്കാണ്, അതുകൊണ്ട് വലിയ പാടില്ല കേട്ടോ തുഴയെ. അതെ അല്ലേ, നിങ്ങളുടെ സാധനം ഒരു വെറൈറ്റി ഐറ്റമാണ്. എന്താ ബോയ ടപ്പ് എന്ന സാധനത്തിൻ്റെ പേര് കേട്ടോ. ബെച്ചെന്ന് പറയുന്നത് തന്നെയാണ്. അതിൻ്റെ ഫ്ലിപ്പ് ഫ്രോഗത്തെ ഐറ്റം തന്നെയാണ്. കാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അടിച്ചാ ഫ്രോഗ് മാറ്റാൻ ടൈമിൽ അടിച്ചാ മീൻ. ഇല്ലില്ല, ഞാൻ കണ്ടില്ലായിരുന്നു. കുറച്ച് ചേർക്കണോ? വളം തോന്നിന് ഒഴുക്കി പോട്ടെ, ഞാൻ വിട്ടാലേ. പാനം വെറുതെ പന്നിപ്പൊളി. വീഡിയോക്കകത്താ പറയണത്. അല്ല, കാസ്റ്റിങ് കൊണ്ട് ഒരു സൗണ്ട് കൊണ്ടിരുന്നു. ഫ്ലിപ്പ് എന്ന് പറഞ്ഞ സാധനം ഇത്രയും കാസ്റ്റിങ് കിട്ടാറില്ല. നല്ല ഹൂക്കം പോണത്, ഇല ഒരു ഹൂക്കായിപ്പോയി. വെറുതെ കിടന്ന് ഇല ഒരു ഹൂക്കായി കിട്ടുവരുന്നുണ്ട്. അടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് യെസ് ഫിഷ് ഓൺ. അത് ഹുക്ക് കിട്ടി. റെക്കോർഡ് ഓക്കെ ഇടാലോ. പിടിക്കുവാ. യെസ്, ബൂഗ്രാസിയ പ്രോമാക്സ് 4 ഫസ്റ്റ് മീൻ. ഓക്കെ, കട്ടിയല്ല റെക്കോർഡാണ്. റെക്കോർഡാണല്ലോ. റോൾ ചെയ്തു തുടങ്ങിയല്ലേ. കേസ് നമുക്ക് അങ്ങനെ ഫസ്റ്റ് മീൻ അടിച്ചിട്ടുണ്ട്. മണൽ വാഹ, നല്ല പുള്ളിയുള്ള വാഹ കേട്ടോ. ഒരുപാട് സൈസൊന്നുമില്ല, ചെറിയ മീനാണ് അടിച്ചേക്കണത്. ഇതിൻ്റെ പേരെന്തായാലും ബോയ് ടോപ്പല്ലേ. ഒരു ഫ്ലിപ്പ് ഫ്രോഗ് ആട്ടോ. അത്യാവശ്യം നല്ല കാസ്റ്റിംഗ് ഉണ്ട്. പൊതുവേ ഫ്ലിപ്പ് ഫ്രോഗിന് അത്രയും കാസ്റ്റിംഗ് വരാറില്ല. ഇത് വേണം കാസ്റ്റിംഗ് കിട്ടുന്നത്. സ്കിപ്പ് ചെയ്യാനും നല്ല ഈസിയാണ്. കിട്ടുന്നതാണോ? ഞാൻ ഡീറ്റെയിൽ ഇട്ടേക്കാം. നമുക്ക് ജോബിൻ ചേട്ടൻ തന്നാട്ടോ. ജിബിൻ ചേട്ടൻ. മണൽ വാഹ കടിച്ചേക്കണത് നമ്മുടെ പ്രോമാക്സ് 4L, ബൂഗ്രാസിയ പ്രോമാക്സ് 4L. കൊള്ളാം, റീൽ നല്ല സെറ്റാണ്. മീൻ പിടിച്ചിട്ട് നല്ല സ്മൂത്തായിട്ട് കയറി പോകുന്നു കേട്ടോ. ഫസ്റ്റ് ഒരെണ്ണം അടിച്ച് മിസ്സായിരുന്നു നമുക്ക്. രണ്ടാമത് അടിച്ചത് ആ റീലെല്ലാം നിൽക്കാനുണ്ട്. ഒരു 8 kg ആഗോളം മലയാളം സ്മൂത്തായിട്ട് കയറി പോരും. കട്ടിതോ കടി കിട്ടി ഗൈസ്. അഭിച്ചിട്ട് ചെറിയൊരു കടി കിട്ടി. ജസ്റ്റ് ഒന്ന് പല്ല് കൊണ്ടതേ ഉള്ളൂ കേട്ടോ. അത് ഇത്രയും ചോരം വരുന്നുണ്ട്. ഇതിൻ്റെ ഷാർപ്പ് ടീത്താണ്. അപ്പോൾ അത് ഭയങ്കര ഡാമേജായിട്ട് വിഷയം. നമ്മൾ സൂക്ഷിച്ച് പിടിച്ചില്ലെങ്കിൽ കൈ കടിച്ച് മുറിച്ച് കളയും. പുള്ളിക്ക് ഇതൊക്കെ പുത്തരിയല്ല, അതുകൊണ്ടൊന്നും വിഷയമില്ല.